ആദ്യമേ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പം അഞ്ചാമത്തെ ചാപ്റ്ററിലെ ചോദ്യങ്ങൾ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഡെറിവേറ്റീവ്സിൻ്റെ ഒരു ബേസിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. കുറച്ച് ഡെറിവേറ്റീവ്സ് നമുക്കൊന്ന് റിവിഷൻ ചെയ്തിട്ട് നമുക്ക് നേരെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ്, കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ്, സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ടാൻ എക്സ്, കോസ് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് -1/√1 - x², സീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x × √1 - x², e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ. എക്സിന്റെ ഡെറിവേറ്റീവ് 1/x ഡെറിവേറ്റീവ് -1/x², x⁻n ഡെറിവേറ്റീവ് n × x⁻n-1, സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് sec²x, കോട്ട് എക്സിന്റെ ഡെറിവേറ്റീവ് -cosec²x, കൊസീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് -cosec x കോട്ട് എക്സ്, സൈൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/√1 - x², ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/1 + x², കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് -1/1 + x², കൊസീക്ക് ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് -1/x × √x²-1, e⁻x ഡെറിവേറ്റീവ് e⁻x log എക്സിന്റെ ഡെറിവേറ്റീവ് 1/x. അങ്ങനെ 20 ഡെറിവേറ്റീവുകൾ അടിപൊളിയായിട്ട് അറിഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ഡെറിവേറ്റീവ്സിലെ ചോദ്യങ്ങൾ നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 20 ഇക്വേഷൻസ് എല്ലാവരും നല്ല രീതിയിൽ ആദ്യമേ തന്നെ പ്രിപ്പയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ചെയിൻ റൂൾ എന്ന് പറയുന്നത് ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റൂളാണ് ചെയിൻ റൂൾ. ഒരു ഫംഗ്ഷനുള്ളിൽ മറ്റൊരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റൂളാണ് ചെയിൻ റൂള്. ഇപ്പോൾ y = f(g) ആണെങ്കിൽ dy/dx എന്ന് പറയുന്നത് ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ എഫിന്റെ ഡെറിവേറ്റീവ് f'(g) ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ g(ന്റെ ഡെറിവേറ്റീവ് കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. y = sin of x² ആണെങ്കിൽ dy/dx എന്തായിരിക്കും? സൈനിന്റെ ഡെറിവേറ്റീവ് cos of x² വരും ഇൻറ്റു x²ന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 2x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം മറന്നു പോരുത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ചെയിൻ റൂൾ എന്ന് പറയുന്നത്, അല്ലെ? ചെയിൻ റൂൾ എന്ന് പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ഒരു ക്വസ്റ്റ്യൻ നോക്ക്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് y = √tan x. √tan x-ന്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് dy/dx നമുക്ക് കണ്ടുപിടിക്കണം. ശ്രദ്ധിച്ചിരിക്കുക, ഇവിടെ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂട്ടാണ്, അല്ലെ? ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് റൂട്ടാണ്. റൂട്ടിന്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട്, അല്ലെ? 1/2 റൂട്ട് അകത്തുള്ള ആൾ അതേപോലെ തന്നെ ടാൻ എക്സ് ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അകത്തുള്ള ഫംഗ്ഷൻ ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec²x. സോ ആൻസർ എന്ത് വരും? sec²x / 2 × √tan x. sec²x / 2 × √tan x ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയോളൂ. ഫൈൻഡ് dy/dx if y = e⁻sin x. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. dy/dx = e⁻x ഡെറിവേറ്റീവ് e⁻x തന്നെ. ഇപ്പൊ e⁻sin x ഡെറിവേറ്റീവ് എന്താണ്? e⁻sin x തന്നെ. കഴിഞ്ഞില്ല, അകത്തുള്ള ഫംഗ്ഷൻ ഇവിടെ sin x ആണ്. sin x ഡെറിവേറ്റീവ് ആയിട്ടുള്ള cos x കൊണ്ട് ഗുണിച്ചാലേ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. അതാണ് ചെയിൻ റൂൾ. അകത്തുള്ള ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഗുണിക്കാൻ മറക്കരുത്. cos x ആദ്യം എഴുതിയാൽ cos x × e⁻sin x വരും, ശരി ഉത്തരം. cos x × e⁻sin x വരും, ശരി ഉത്തരം. അടുത്ത ചോദ്യം നോക്കിയോളൂ. ഫൈൻഡ് dy/dx if y = cos √x. y = cos √x ആണെങ്കിൽ dy/dx കണ്ടെത്തണം. അതാണ് നമ്മുടെ ജോലി. ശ്രദ്ധിച്ചിരിക്കുക. സോ dy/dx = ഇവിടെ പുറത്തുള്ള ഫംഗ്ഷൻ കോസ് ആണ്. കോസിന്റെ ഡെറിവേറ്റീവ് -sin √x ഇൻറ്റു അകത്തുള്ള ഫംഗ്ഷൻ √x ആണ്. √xന്റെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള 1/2 √x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം മറക്കരുത്. അപ്പോൾ ആൻസർ എന്ത് വരും? -sin √x / 2 √x വരും ഉത്തരം. -sin √x / 2 √x വരും ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയോളൂ. ഫൈൻഡ് dy/dx if y + sin y = cos x. y + sin y = cos x ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? dy/dx കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ ഒരു ഇംപ്ലിസിറ്റ്, ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളെ നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് എന്നാണ് വിളിക്കുക.
ഇംപ്ലിസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ത്രൂ ഔട്ട് എക്സ് കൊണ്ട് അങ്ങ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഇംപ്ലിസിറ്റ് ആണെങ്കിൽ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ്. അവിടെ വൈയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? dy ബൈ ഡി എക്സ് പ്ലസ് സൈൻ വൈയുടെ ഡെറിവേറ്റീവ് കോസ് വൈ. കഴിയുന്നില്ല, വൈ ഉള്ള ഒരു ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അവിടെ വൈയുടെ ഡെറിവേറ്റീവ് ആയിട്ടുള്ള dy ബൈ ഡി എക്സ് കൂടെ വരും. കോസ് വൈ ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ് ഈക്വൽ ടു കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. dy ബൈ ഡി എക്സ് ഇങ്ങോട്ട് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? 1 പ്ലസ് കോസ് വൈ അല്ലെ, 1 പ്ലസ് കോസ് വൈ ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് എന്ന് വരും. അവിടുന്ന് dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് കോസ് വൈ ഇപ്പുറം കൊണ്ട് ഹരിച്ചാൽ മതി. മൈനസ് സൈൻ എക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? 1 പ്ലസ് കോസ് വൈ. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കാം. ഇതും ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. യെസ്, ഇതൊരു എക്സിലും വൈയിലും ഉള്ള ഒരു ഇക്വേഷൻ ആണ്. ഈക്വൽ ടു 1 അല്ലെ, എക്സിലും വൈയിലും ഉള്ള ഒരു ഇക്വേഷൻ ആണെങ്കിൽ അത് ഇംപ്ലിസിറ്റ് ഫോർമാറ്റ് എന്നാണ് വിളിക്കുക. ഇംപ്ലിസിറ്റ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. എക്സ് കൊണ്ട് പൂർണ്ണമായി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ആദ്യമത്തെ സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. അപ്പോൾ ഏറ്റവും പുറത്തുള്ള ഫംഗ്ഷൻ സ്ക്വയർ ഫംഗ്ഷൻ ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 2 സൈൻ എക്സ്. അതിന്റെ അകത്തുള്ള ഫംഗ്ഷൻ സൈൻ ഫംഗ്ഷൻ ആണ്, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ഇൻറ്റു എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആയതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ പുറത്തുള്ള ഫംഗ്ഷൻ സ്ക്വയർ ഫംഗ്ഷൻ 2 കോസ് വൈ, അകത്തുള്ള ഫംഗ്ഷൻ കോസ് ഫംഗ്ഷൻ, കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ, അതിൻ്റെയും അകത്തുള്ളത് വൈ ഫംഗ്ഷൻ, വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ്. എല്ലായ്പ്പോഴും ആലോചിക്കുക, വൈ ഉള്ള ഒരാളെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിനോടൊപ്പം dy ബൈ ഡി എക്സ് 100% വന്നിരിക്കും. ഈക്വൽ ടു 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്ത 2 സൈൻ എക്സ് കോസ് എക്സ് എന്താണെന്ന് അറിയാം? സൈൻ 2x ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്ലസും മൈനസും ചേർന്ന് മൈനസ് 2 സൈൻ വൈ കോസ് വൈ എന്താണ്? സൈൻ 2y ആണ്. കൂടെ dy ബൈ ഡി എക്സ് സമം എന്താണ്? 0. ഓക്കെ, അതായത് മൈനസ് സൈൻ 2y ഇൻറ്റു dy ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ 2x ഇപ്പുറം വന്നാൽ പ്ലസ് സൈൻ 2x ഇപ്പുറം വന്നാൽ മൈനസ് സൈൻ 2x. മൈനസ് മൈനസ് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അവിടുന്ന് dy ബൈ ഡി എക്സ് എന്ത് കിട്ടും? dy ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ 2x ഡിവൈഡഡ് ബൈ സൈൻ 2y അല്ലെ, സൈൻ 2x ഡിവൈഡഡ് ബൈ സൈൻ 2y വരും. ശരി ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം നോക്കിക്കോളൂ. ഫൈൻഡ് dy ബൈ ഡി എക്സ് ഇഫ് y ഇസ് ഈക്വൽ ടു a റൈസ് ടു x. എപ്പോഴും ആലോചിക്കുക, പവറിൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ, ഇങ്ങനെ പവറിൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് ലോഗരിതമാണ്. ലോഗരിതം. പവറിൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കാം? നമുക്ക് ലോഗരിതം ഉപയോഗിക്കാം. എ റൈസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റൈസ് ടു എക്സ് ലോഗ് എന്ന് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുന്ന സംഭവമാണ്, നിങ്ങൾക്കറിയാവുന്ന സംഗതിയാണ്. എങ്കിലും അത് കണ്ടുപിടിക്കാനായി ചോദിക്കുമ്പോൾ ലോഗരിതത്തിന്റെ സഹായത്തോടു കൂടി തന്നെ കണ്ടുപിടിക്കണം. കാരണം ഇത് 2 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ ലോഗരിതം ഉപയോഗിച്ച് ചെയ്താൽ മാത്രമേ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. എ റൈസ് ടു എക്സ് ലോഗ് എന്ന ഉത്തരം നിങ്ങൾക്ക് അറിയാമെങ്കിലും അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ അരമാർക്കേ കിട്ടുള്ളൂ. കാരണം ഇത് ഡിറൈവ് ചെയ്യാനാണ് അവർ ചോദ്യത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: പവറിൽ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. ടേക്കിംഗ് ലോഗ്, രണ്ട് സൈഡിലും ലോഗ് എടുത്താൽ എന്ത് വരും? ലോഗ് y ഇസ് ഈക്വൽ ടു ലോഗ് എ റൈസ് ടു എക്സ്. ലോഗ് y ഇസ് ഈക്വൽ ടു എന്താണ്? ലോഗ് എ റൈസ് ടു എക്സ്. നമുക്കറിയാം ലോഗ് എ റൈസ് ടു n എന്ന് പറയുന്നത് n ലോഗ് എ ആണ്. ലോഗ് എ റൈസ് ടു n എന്ന് പറയുന്നത് n ലോഗ് എ ആണ്. ലോഗരിതത്തിന്റെ 3 ഇക്വേഷൻസ് ആണ് ഓർത്തു വെക്കേണ്ടത്. രണ്ടാമത് ഓർത്തു വെക്കേണ്ട ഇക്വേഷൻ ലോഗ് എ ബി ആണ്. ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി. ലോഗ് എ പ്ലസ് ലോഗ് ബി. മൂന്നാമതായി ഓർത്തു വെക്കേണ്ട ഇക്വേഷൻ ലോഗ് എ ബൈ ബി ആണ്. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി. ലോഗ് എ മൈനസ് ലോഗ് ബി. ഇപ്പൊ ലോഗ് എ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് നേരെ താഴെ ഇറക്കാം, എക്സ് ഇൻറ്റു ലോഗ് എ വരും. ശരിയല്ലേ? അതായത് ലോഗ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എ. ലോഗ് വൈ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് എ. ഇതിപ്പോൾ ഒരു ഇംപ്ലിസിറ്റ് ഇക്വേഷനായിട്ട് കൺവേർട്ടഡ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക? ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ മതി. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇവിടെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/y കഴിയുന്നില്ല. അകത്തുള്ള വൈയുടെ ഡെറിവേറ്റീവ് dy ബൈ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്.
ഇവിടെ log a എന്നത് കോൺസ്റ്റന്റ് ആണ് ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും. ശരിയല്ലേ? അവിടുന്ന് dy by dx ഈക്വൽ ടു ഡിവൈഡ് ചെയ്ത y അങ്ങോട്ട് പോകുമ്പോൾ എന്ത് വരും? y ഇൻറ്റു log a അല്ലേ? y ഇൻറ്റു log a. y നമ്മളായിട്ട് കൊടുത്ത വാല്യൂ ആണ് അല്ല, ക്വസ്റ്റ്യനിൽ ഒരു y തരുന്നുണ്ട്. yക്ക് പകരം തിരിച്ച് എന്ത് കൊടുക്കാം? a റൈസ് ടു എക്സ് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a റൈസ് ടു എക്സ് log a റൈസ് ടു എക്സ് log a വരും ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം a റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? a റൈസ് ടു എക്സ് log a ആണ് ശരി ഉത്തരം. a റൈസ് ടു എക്സ് log a ആണ് ശരി ഉത്തരം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Prove that the function f of x equal to 5x minus 3 is continuous at x equal to 0, x equal to minus 3, x equal to 5. അപ്പോൾ ആദ്യമത്തെ പോയിന്റ് എടുക്കാം. അറ്റ് എക്സ് ഈക്വൽ ടു 0 ഒരു ഫംഗ്ഷൻ അറ്റ് എ പോയിന്റ് കണ്ടിന്യൂസ് ആണോ എന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എ എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണമെങ്കിൽ ആ ഫംഗ്ഷൻ്റെ ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സും വാല്യൂ ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ പോയിന്റ് എഫ് ഓഫ് എ എന്നതും സെയിം ആയിരിക്കണം. ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഇവിടെ 0 എന്ന് പറയുന്ന പോയിന്റിലെ ലിമിറ്റിംഗ് വാല്യൂ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. എക്സ് 0യിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് ആരാണ്? 5x മൈനസ് 3 5x മൈനസ് 3. എക്സിന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 ഇൻറ്റു 0 മൈനസ് 3 0 മൈനസ് 3 ഈക്വൽ ടു മൈനസ് 3. ഓക്കെ, ഇനി എഫ് ഓഫ് 0യും കണ്ടുപിടിച്ച് നോക്കുക. എഫ് ഓഫ് 0 എഫ് ഓഫ് എക്സ് 5x മൈനസ് 3 ആണ്. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുക. എന്ത് വരും? 5 ഇൻറ്റു 0 മൈനസ് 3 ദാറ്റ് ഈസ് 0 മൈനസ് 3 സമം മൈനസ് 3. രണ്ടും സെയിം ആണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് 0 എന്ന് പറയുന്നതും തുല്യമാണ് എന്ന് മനസ്സിലായി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് 0 എന്ന് പറയുന്നതും തുല്യമാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് മനസ്സിലാവും. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 എന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന് മനസ്സിലാവും. Therefore എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു എന്താണ്? 0. ക്ലിയർ? ഇപ്പം നിങ്ങൾ തന്നെ ചെയ്ത് നോക്ക്. -3യിലും 5ലും എല്ലാം ഇതേ പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. -3യിലേയും കൂടെ ഞാൻ ചെയ്തു തരാം. 5ലെ നിങ്ങൾക്ക് തന്നെ ചെയ്ത് നോക്കാനുള്ളതേ ഉള്ളൂ. അറ്റ് എക്സ് ഈക്വൽ ടു -3 ആകുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എക്സ് -3യിലേക്ക് അടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് 5x മൈനസ് 3 എക്സിന് പകരം -3 കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 5 ഇൻറ്റു -3 എന്ത് വരും? -15 -3 -18 വരും അല്ലേ? -18 വരും. ശരിയാണല്ലോ? ഇനി എഫ് ഓഫ് -3 ചെയ്താലും എക്സിന് -3 കൊടുത്താൽ 5 ഇൻറ്റു -3 എന്താണ്? -15 -3 ഉത്തരം -18. ഇപ്പം രണ്ടും സെയിം ഉത്തരമാണ്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും എഫ് ഓഫ് -3 എന്ന് പറയുന്നതും സെയിം ആണ്. ഇപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ -3 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണെന്ന് പറയാം. അതേപോലെ 5 കൊടുത്താലും 25 - 3 22 വരും. എഫ് ഓഫ് 5 കൊടുത്താലും 22 വരും. രണ്ടും സെയിം ആയതുകൊണ്ട് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 5 എന്ന് പറയുന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആണെന്ന് നിങ്ങൾക്ക് നിഷ്പ്രയാസം പറയാൻ സാധിക്കും. ക്ലിയർ ആണോ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു kx plus 1 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആൻഡ് 3x minus 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 5 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 5. എക്സ് ഈക്വൽ ടു 5 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ കെയുടെ വില കണ്ടെത്താനാണ് ചോദ്യം. ഓക്കെ, 5 എന്ന പോയിന്റിൽ ഫംഗ്ഷൻ രണ്ട് സ്വഭാവം കാണിക്കുന്നു. 5 എന്ന് പറയുന്ന പോയിന്റിനേക്കാൾ കുറയുമ്പോൾ ഫംഗ്ഷൻ ഒരു സ്വഭാവം, പോയിന്റിനേക്കാൾ എക്സ് ഗ്രേറ്റർ ദാൻ 5 ആകുമ്പോൾ മറ്റൊരു സ്വഭാവം അല്ലേ? അപ്പം
ഒരു പോയിന്റിന് മുൻപും പോയിന്റിന് ശേഷം ഫംഗ്ഷൻ മാറുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. എ എന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ എ എന്ന പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കണം. ഇവിടെ 5 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് 5ലെ ലെഫ്റ്റ് ലിമിറ്റ്, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്, ഇതാണ് 5ലെ ലെഫ്റ്റ് ലിമിറ്റ്. 5ലെ റൈറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. ക്ലിയർ ആണോ? ഇതാണ് 5ലെ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ്. 5ലെ റൈറ്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. ഇത് രണ്ടും സെയിം ആയിരിക്കണം അല്ലേ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 5. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? കെ എക്സ് പ്ലസ് 1. എഫ് ഓഫ് എക്സിന്റെ പ്ലേസിലോട്ട് കെ എക്സ് പ്ലസ് 1 കൊടുക്കാം. ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ 5നേക്കാൾ കൂടുമ്പോൾ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? 3x മൈനസ് 5. എക്സിന്റെ പ്ലേസിലോട്ട് 3x മൈനസ് 5. 5 പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന 5 തന്നെയാണ്, അതുകൊണ്ട് 5 പ്ലസ് എന്ന് എഴുതണമെന്നില്ല. യെസ്. ഇനി 5 കൊടുക്കുമ്പോൾ എന്ത് വരും? 5k പ്ലസ് 1 ഈക്വൽ ടു 3 15 മൈനസ് 5. 15 5 പോയാൽ എന്ത് വരും? 10. അതായത് 5k പ്ലസ് 1 സമം 10 എന്ന് കിട്ടും. അവിടുന്ന് 5k ഈക്വൽ ടു 10 മൈനസ് 1 സമം 9 കിട്ടും. k ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 5 വരും. ശരി ഉത്തരം. k ഈക്വൽ ടു എന്താണ്? 9 ഡിവൈഡഡ് ബൈ 5. k ഈസ് ഈക്വൽ ടു 9 ഡിവൈഡഡ് ബൈ 5 വരും. ശരി ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കി പഠിച്ചാൽ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ മാർക്ക് കിട്ടുന്ന ചോദ്യം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Find a and b such that the function defined by f of x equal to 10 if x less than or equal to 3, ax plus b if 3 less than x less than 4, 20 if x greater than or equal to 4 is a continuous function. ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയതുകൊണ്ട് a എന്ന പോയിന്റിലും 3 എന്ന പോയിന്റിലും 4 എന്ന പോയിന്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. 3ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 3ലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും തുല്യമായിരിക്കും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 3 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് 10 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 3. അത് തന്നെയല്ലേ 3 ലെസ് ദാൻ എക്സ്. 3 ലെസ് ദാൻ എക്സ്, എക്സ് ഇപ്പുറത്തും 3 ഇപ്പുറത്തും എഴുതിയാൽ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ. അത് തന്നെയല്ലേ എക്സ് ഗ്രേറ്റർ ദാൻ 3. 3 ലെസ് ദാൻ എക്സ് എന്ന് പറയുന്നത് തന്നെയാണ് എക്സ് ഗ്രേറ്റർ ദാൻ 3. എക്സിൻ്റെ വാല്യൂ 3യേക്കാൾ കൂടുമ്പോൾ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് എ എക്സ് പ്ലസ് ബി. അതായത് 10 ഇസ് ഈക്വൽ ടു എക്സിന് 3 കൊടുത്താൽ എന്ത് വരും? 3a പ്ലസ് ബി എന്ന് വരും. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി 4 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എന്ന അസംഷൻ വെച്ചുകൊണ്ട് നമുക്കറിയാം സിൻസ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 4, എക്സ് ഈക്വൽ ടു 4ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് 4 എന്ന പോയിന്റിലെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 മൈനസ് എക്സിൻ്റെ വാല്യൂ 4നേക്കാൾ കുറയുമ്പോൾ എക്സ് ലെസ് ദാൻ 4 ഇതുകൊണ്ട് കിടക്കുന്നു. കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ആരാണ്? എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 4 പ്ലസ് എക്സിൻ്റെ വാല്യൂ 4നേക്കാൾ കൂടുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ 4 കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സ് ഇതാണ്ട് കിടക്കുന്നു 20. എക്സിന് 4 കൊടുക്കുമ്പോൾ എന്ത് വരും? 4a പ്ലസ് ബി ഈക്വൽ ടു 20 എന്ന് വരും. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. 1ഉം 2ഉം കൂടെ സോൾവ് ചെയ്താൽ ഉത്തരമായി. രണ്ടിടത്തും ബി ഉണ്ടല്ലേ. ഇക്വേഷൻ നമ്പർ 1 എന്താണ്? 3a പ്ലസ് ബി ഈക്വൽ ടു 10. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. 4a പ്ലസ് ബി ഈക്വൽ ടു 20. ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ശ്രദ്ധിച്ചേ, നേരിട്ട് മൈനസ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് 1 ഓർക്കാം അല്ലേ. ഇക്വേഷൻ നമ്പർ 2ൽ നിന്നും ഇക്വേഷൻ നമ്പർ 1 കുറച്ച് കഴിഞ്ഞാൽ
4a നിന്നും 3a പോയാൽ a, ബിയിൽ നിന്നും b പോയാൽ 0, 20 നിന്ന് 10 പോയാൽ 10, നമുക്ക് കിട്ടി എയുടെ വാല്യൂ 10. എയുടെ വാല്യൂ 10. ഇനി ഈ എയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുത്താൽ ബിയുടെ വാല്യൂ കിട്ടും. ഇക്വേഷൻ നമ്പർ 1 കൊടുത്താൽ 3 × 10 പ്ലസ് ബി ഈക്വൽ ടു 10, അതായത് 30 പ്ലസ് ബി സമം 10 എന്ന് കിട്ടും. അവിടുന്ന് ബി ഈക്വൽ ടു 10 മൈനസ് 30 എന്ന് കിട്ടും. 10 മൈനസ് 30 എന്താണ്? -20. അപ്പോൾ ബി ഈക്വൽ ടു എന്താണ്? -20. ബി ഈക്വൽ ടു എന്താണ്? -20. അപ്പോൾ എയുടെ വില 10, ബിയുടെ വില -20. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം നോക്കിക്കോളൂ. കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ്. മെട്രിക്സിനകത്തെ ചോദ്യമാണ്. കൺസ്ട്രക്ട് എ 2x2 മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു aij whose elements are given by aij equal to 2i plus j. ശ്രദ്ധിച്ചിരിക്കുക. യെസ്, aij എന്ന് പറയുന്നത് എന്താണ്? 2i plus j ആണ് അല്ലെ? aij എന്ന് പറയുന്നത് എന്താണ്? 2i plus j ആണ്. നമുക്ക് 2x2 മെട്രിക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 2x2 മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? a11, a12, a21, a22. ഇതാണ് നമുക്കറിയാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു 2x2 മെട്രിക്സ്. ഓരോരോ എലമെന്റുകളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കുക? a11 കണ്ടുപിടിക്കുക. ഐക്കും ജെക്കും 1 കൊടുത്താൽ 2 × 1 പ്ലസ് 1 വരും. അതായത് 2 + 1 നമുക്ക് കിട്ടി, ഉത്തരം 3. അടുത്തത് a12 കണ്ടുപിടിക്കാൻ 2 × ഐക്ക് പകരം 1 പ്ലസ് ജെക്ക് പകരം 2, അതായത് 2 + 2 നമുക്ക് കിട്ടി, ഉത്തരം 4. അടുത്തത് a21 ഐക്ക് പകരം 2, 2 × 2 പ്ലസ് ജെക്ക് പകരം 1, അതായത് 4 + 1 നമുക്ക് കിട്ടി, ഉത്തരം 5. അടുത്തത് a22 ഐക്ക് പകരം 2, 2 × 2 പ്ലസ് ജെക്ക് പകരവും 2, 2 × 2 ഈസ് 4, 4 + 2, 4 × 2 6. ക്ലിയർ ആണോ? അപ്പം 3, 4, 5, 6 കിട്ടും ഉത്തരം. ശരിയല്ലേ? 3, 4, 5, 6 കിട്ടും ഉത്തരം. സോ അപ്പോൾ എ എന്ന് പറയുന്ന മെട്രിക്സ് എന്ത് വരും? ദിസ് മെട്രിക്സ് ഇസ് ഈക്വൽ ടു a11 ഈസ് 3, a12 ഈസ് 4, a21 ഈസ് 5 ആൻഡ് a22 ഈസ് 6. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി അടുത്തായിട്ട് എന്ത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്? എയുടെ സ്ക്വയർ കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. എ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കുന്നതിന് ഒരു പ്രയാസവും ഇല്ല, കണ്ടുപിടിച്ച് നോക്കാം. ബി പാർട്ടിൻ്റെ ഭാഗമായി എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? a × a ആണ് അല്ലേ? a × a ആണ്. എ മെട്രിക്സ് എന്തുവാ? 3, 4, 5, 6. സോ 3, 4, 5, 6 ഇൻറ്റു 3, 4, 5, 6. ഫസ്റ്റ് മെട്രിക്സ് റോ വൈസ് തിരിക്കുക, സെക്കൻഡ് മെട്രിക്സ് കോളം വൈസ് തിരിക്കുക. എന്തുവരും ഉത്തരം? 3, 9 പ്ലസ് i4 20. അടുത്തത് 3, 4, 12 പ്ലസ് 6, 4, 24. 3, 5, 15 പ്ലസ് i6 30. i4 20 പ്ലസ് 6, 36. ഈക്വൽ ടു 20, 9, 29. 4, 2, 6, 2, 1, 3, 5, 3, 1, 4, 6, 3, 2, 5. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 29, 36, 45, 56 വരും ഉത്തരം. ശരിയല്ലേ? എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ തിരുത്തിക്കണം കേട്ടോ. യെസ്, കൂട്ടോ വർക്ക് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തിക്കോണേ. അടുത്തൊരു ചോദ്യം നോക്ക്. ഇഫ് a is equal to 3, 1, -1, 2, show that a square minus 5a plus 7i is equal to 0. സാധാരണ പരീക്ഷയ്ക്ക് കാണാറുള്ള ഒരു ചോദ്യമാണ്. യെസ്, സോ ആദ്യമേ തന്നെ എയുടെ സ്ക്വയർ കണ്ടുപിടിക്കാം. എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? a × a ആണ്. എയുടെ വില 3, 1, -1, 2 അല്ലേ? 3, 1, -1, 2 ഇൻറ്റു എന്താണ്? 3, 1, -1, 2. ഫസ്റ്റ് മെട്രിക്സ് നമ്മൾ റോ വൈസ് തിരിക്കുന്നു, സെക്കൻഡ് മെട്രിക്സ് കോളം വൈസ് തിരിക്കുന്നു. 3 × 3 9 പ്ലസ് 1 × -1 -1. 3 × 1 3 പ്ലസ് 1 × 2 2.
-1 into 3 -3 plus 2 into -1 -2 -1 into 1 -1 plus 2 into 2 4. So this is equal to 9 minus 1 8 3 2 5 -2 -3 -5 4 1 പോയാൽ 3. സോ ഇതാണ് എ സ്ക്വയർ. എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എ സ്ക്വയർ മൈനസ് 5a പ്ലസ് 7i സമം എ സ്ക്വയറിൻ്റെ പ്ലേസിലോട്ട് 8 5 -5 3 മൈനസ് 5 ഇൻറ്റു എയുടെ പ്ലേസിലോട്ട് 3 1 -1 2 -1 2. അടുത്തത് പ്ലസ് 7 ഇൻറ്റു ഐയുടെ പ്ലേസിലോട്ട് 1 0 0 1. യെസ്. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 5 -5 3 മൈനസ് 5 ഉള്ളിലേക്ക് കൊടുക്കാം 3 5 15 -5 5 10 പ്ലസ് 7 ഉള്ളിലേക്ക് വന്നാൽ 7 0 0 7 വരും. ശരിയല്ല? 7 0 0 7. സോ ദിസ് ഈസ് ഈക്വൽ ടു എന്താണ്? എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടാം. 8 നിന്ന് 15 പോയാൽ -7 -7 7 കൂട്ടിയാൽ 0. അടുത്തത് 5 നിന്നും 5 പോയാൽ 0 അല്ലെ? നടുക്ക് മൈനസ് ആണ്. 5 നിന്ന് 5 പോയാൽ 0 0 0 കൂടെ കൂട്ടിയാൽ 0. അടുത്തത് -5 -5 -5 പ്ലസ് 5 0 0 0 കൂടെ ചേർന്ന് 0. അടുത്തത് 3 നിന്ന് 10 പോയാൽ -7 -7 7 കൂടെ കൂട്ടിയാൽ 0. മൊത്തത്തിൽ 0 ആയില്ലേ? സോ ദിസ് ഈസ് സീറോ മെട്രിക്സ് ആണെന്നുള്ളത് ഈസി ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തെടുത്തു. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കൺസിഡർ ദ മെട്രിക്സ് A is equal to 3 - 2 4 - 2. ഫൈൻഡ് A സ്ക്വയർ. ശ്രദ്ധിച്ചിരിക്കുക. A സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? A ഇൻറ്റു A ആണ്. A എന്ന് പറയുന്നത് എന്തുവാ? 3 - 2 4 - 2 ഇൻറ്റു 3 - 2 4 - 2. റോ വൈസ് തിരിക്കാം, പിന്നെ കോളം വൈസ് തിരിക്കാം. എന്ത് വരും? 9 - 8 -6 + 4 12 - 8 -8 + 4 ചെയ്യുമ്പോൾ എന്ത് വരും ഉത്തരം? 1 -2 4 -4. ഓക്കെ ആണോ? യെസ്. ഇതാണ് എ സ്ക്വയർ. ഇനി എ സ്ക്വയർ എന്ന് പറയുന്നത് KA - 2i ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് എ സ്ക്വയറിൻ്റെ പ്ലേസിലോട്ട് 1 - 2 4 - 4. ഈ എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? K ഇൻറ്റു എ എന്ന് പറയുന്നത് എന്തുവാ? 3 - 2 4 - 2 -2 ഇൻറ്റു ഐ എന്ന് പറയുന്നത് എന്തുവാ? 1 0 0 1 1 0 0 1. ഓക്കെ. സോ K ഉള്ളിലേക്ക് വരുമ്പോൾ എന്ത് വരും? 3K - 2K 4K - 2K മൈനസ് 2 ഉള്ളിലേക്ക് വരുമ്പോൾ 2 0 0 2. സോ 1 - 2 4 - 4 ഈക്വൽ ടു കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് മൈനസ് ചെയ്യാം. 3K നിന്ന് 2 പോയാൽ 3K - 2 -2K നിന്ന് 0 പോയാൽ -2K 4K നിന്ന് 0 പോയാൽ 4K -2K നിന്ന് 2 പോയാൽ -2K -2. എസ്. കെയുടെ വില കണ്ടുപിടിക്കണമെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റുകൾ ഇക്വേറ്റ് ചെയ്യുക. എന്ത് വരും? 3K - 2ഉം 1ഉം കൂടി ഇക്വേറ്റ് ചെയ്താൽ അവിടുന്ന് K കിട്ടത്തില്ലേ? 3K - 2 = 1 3K - 2 = 1 3K = 1 + 2 = 3 K = 3/3 = 1 വരും ഉത്തരം. ഇതിനേക്കാൾ ഏറ്റവും എളുപ്പം ഒരു പെയർ ഇക്വേറ്റ് ചെയ്താൽ 4Kയും 4ഉം കൂടി ഇക്വേറ്റ് ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും അല്ലേ?
4k ഈക്വൽ ടു 4 ആണെങ്കിൽ അവിടുന്ന് കെയുടെ വാല്യൂ എന്ത് കിട്ടും? 4/4 ഈക്വൽ ടു 1 എന്നുള്ളത് പെട്ടെന്ന് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ -2k ഈക്വൽ ടു -2 എന്ന് കൊടുത്താലും -2/-2 k 1 കിട്ടും. അവസാനത്തെ പെയർ ഇക്വേറ്റ് ചെയ്താലും കെയുടെ വാല്യൂ 1 കിട്ടും. ഏത് പെയേഴ്സ് ഇക്വേറ്റ് ചെയ്താലും നമുക്ക് കെയുടെ വില 1 കിട്ടും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. അടുത്ത ചോദ്യം നോക്ക്. x ഇൻറ്റു 2 3 പ്ലസ് y ഇൻറ്റു -1 ഈക്വൽ ടു 10 5. അങ്ങനെയാണ് എക്സും വൈയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. എക്സ് ഉള്ളിലേക്ക് വരുമ്പോൾ എന്താണ്? 2x 3x. y ഉള്ളിലേക്ക് വരുമ്പോൾ -y ഈക്വൽ ടു 10 5. കറസ്പോണ്ടിങ് എലമെന്റ്സ് മൈനസ് ചെയ്താൽ 2x പ്ലസ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ 2x മൈനസ് വൈ, 3x പ്ലസ് വൈ എന്ന് വരും അല്ലേ? ഈക്വൽ ടു 10 5. രണ്ട് സെറ്റുകൾ ഈക്വൽ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് എലമെന്റുകൾ സെയിം ആയിരിക്കണം. 2x മൈനസ് വൈ 10 തുല്യമായിരിക്കണം. 3x പ്ലസ് വൈ 5 തുല്യമായിരിക്കണം. ഓക്കെ, ഇനി ഇവിടുന്ന് എക്സും വൈയും കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ? 2x മൈനസ് വൈ 10ഉം 3x പ്ലസ് വൈ 5ഉം. രണ്ട് ഇക്വേഷനും തമ്മിൽ കൂട്ടാം. ഇക്വേഷൻ നമ്പർ 1 എന്നും ഇക്വേഷൻ നമ്പർ 2 എന്നും പേരിട്ട് വിളിച്ചാൽ ഇക്വേഷൻ നമ്പർ 1ഉം ഇക്വേഷൻ നമ്പർ 2ഉം തമ്മിൽ കൂട്ടിയാൽ 3xും 2xും കൂട്ടിയാൽ 5x, മൈനസ് വൈ പ്ലസ് വൈ ക്യാൻസൽ, 10ഉം 5ഉം കൂട്ടിയാൽ 15. x ഈക്വൽ ടു എന്ത് കിട്ടും? 15/5 5 15 എന്ന് കിട്ടും. ശരിയാണല്ലോ? അപ്പോൾ എക്സിൻ്റെ വില കിട്ടി. ശരിയാണെന്ന എക്സിൻ്റെ വില കിട്ടി. ഈ എക്സിൻ്റെ വില ഏതെങ്കിലും ഇക്വേഷനിൽ കൊടുത്താൽ വൈയുടെ വില കിട്ടും. ആദ്യത്തെ ഇക്വേഷൻ 2 ഇൻറ്റു എക്സിന് പകരം 3 മൈനസ് വൈ ഇസ് ഈക്വൽ ടു 10. അല്ലെ രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താലും മതി കേട്ടോ, എങ്ങനെ കൊടുത്താലും കിട്ടും. അതായത് 6 മൈനസ് വൈ ഈക്വൽ ടു 10 മൈനസ് വൈ ഈക്വൽ ടു 10 മൈനസ് 6 സമം 4. വൈ ഈക്വൽ ടു എന്ത് കിട്ടും? -4 കിട്ടും. വൈ ഈക്വൽ ടു എന്താണ്? -4. രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താലും കിട്ടും കേട്ടോ. 3 ഇൻറ്റു എക്സിന് പകരം 3 9 പ്ലസ് വൈ ഈക്വൽ ടു 5 വൈ ഈക്വൽ ടു 5 മൈനസ് 9. വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം 9ൽ നിന്ന് 5 പോയാൽ 4, വലുത് 9 സൈൻ -4. അങ്ങനെ ചെയ്താലും -4 കിട്ടും. എക്സ് ഈക്വൽ ടു 3 ആൻഡ് വൈ ഈക്വൽ ടു -4. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എക്സിന് 3 കൊടുത്താൽ ജസ്റ്റ് നോക്കാം. ഇവിടെ 2 ഇൻറ്റു 3 6 വരും. വൈക്ക് -4 കൊടുത്താൽ -4 ഇൻറ്റു -1 പ്ലസ് 4 വരും. അപ്പോൾ 6 പ്ലസ് 4 10 കിട്ടുന്നുണ്ട്. ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഫോർ ദ സിമെട്രിക് മെട്രിക്സ് എ ഇസ് ഈക്വൽ ടു 2x 4 5 3 8 4y 9 ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ. നമുക്കറിയാം സിമെട്രിക് ആണ് എന്ന് പറയുന്നുണ്ട്. സിമെട്രിക് ആണെങ്കിൽ ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് സിമെട്രിക് ആണെങ്കിൽ എയുടെ ട്രാൻസ്പോസും എയും സെയിം ആയിരിക്കണം. അതാണ് സിമെട്രിസിറ്റി. സിമെട്രിക് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ എ മെട്രിക്സ് നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ ട്രാൻസ്പോസ് എടുത്തിട്ട് എയുമായിട്ട് തന്നെ തുല്യമാക്കാൻ പോവാണ്. എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക 2x 4, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക 5 3 8, തേർഡ് റോ തേർഡ് കോളം ആക്കുക 4y 9. ഇതെന്തിന് തന്നെ തുല്യമാണ്? എക്ക് തന്നെ തുല്യമാണ്. എ എന്ന് പറയുന്നത് എന്താണ്? 2x 4 5 3 8 4y 9. ഇതാണ് എ തന്നെ. എ ട്രാൻസ്പോസ് എക്ക് തുല്യമായി. അങ്ങനെയാണെങ്കിൽ ഇനി എളുപ്പമായില്ലയോ? എക്സിൻ്റെ പ്ലേസിൽ കിടക്കുന്ന ആൾ 5, വൈയുടെ പ്ലേസിൽ കിടക്കുന്ന ആൾ 8. ശരിയല്ലേ? അപ്പോൾ എക്സ് ഈക്വൽ ടു 5 വൈ ഈക്വൽ ടു 8 എന്ന് പെട്ടെന്ന് കണ്ടെത്താം. അല്ലെ തന്നെ സിമെട്രിക് ആണെങ്കിൽ ഏതാണ്ട് ഇങ്ങനെ വരുന്ന എലമെൻറ്റ്സ് ഞാനിപ്പോൾ ഒരു ഇങ്ങനെ വരയ്ക്കുന്നുണ്ടോ? ഈ എക്സും 5ഉം തമ്മിൽ സെയിം ആയിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ വരുന്ന എലമെൻറ്റ്സ് വൈയും 8ഉം ആയിരിക്കും സെയിം ആയിട്ടുള്ള. ഇങ്ങനെ നോക്കി നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ പറയാം. ഒരു സ്റ്റെപ്പ് കാണിക്കണമെങ്കിൽ ഇങ്ങനെ സ്റ്റെപ്പ് കാണിക്കാം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. സോ നൗ വി ആർ എൻറ്ററിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ എ 2x2 മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു aij വിത്ത് aij ഈസ് ഈക്വൽ ടു 2i പ്ലസ് j. കൺസ്ട്രക്ട് എ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ അല്ലേ? കൺസ്ട്രക്ട് എ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. നോക്കിക്കേ. aij ഈക്വൽ ടു 2i പ്ലസ് j 2x2 മെട്രിക്സ്
എ വാല്യൂ എന്തോ 3 4 5 6. അപ്പോൾ അത് നേരെ എഴുതിക്കോട്ടെ, നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അത് നേരെ എഴുതിക്കോട്ടെ. എ വാല്യൂ എന്താണ്? 3 4 5 6 ആണ്. 3 4 5 6. യെസ്, കൺസ്ട്രക്ട് ചെയ്ത ആൻസറായി 3 4 5 6. നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. A11 എന്ന് പറഞ്ഞാൽ 2 × 1 + 1, 2 + 1 3 വരും. A12 എന്ന് പറഞ്ഞാൽ 2 × 1 + 2, 2 + 2 4 വരും. A21 എന്ന് പറഞ്ഞാൽ 2 × 2 + 1, 4 + 1 5 വരും. A23 എന്ന് പറഞ്ഞാൽ 2 × 2 + 3 4 സോറി A22 എന്ന് പറഞ്ഞാൽ 2 × 2 + 2 4 + 2 6 വരും. ഓക്കെ, അപ്പം ഇത് ഓൾറെഡി നമ്മൾ ചെയ്തതാണ് അല്ലേ, ഓൾറെഡി ചെയ്തതാണ്. കൺസ്ട്രക്ട് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മൾ ചെയ്തതാണ്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി A + A ട്രാൻസ്പോസും A - A ട്രാൻസ്പോസും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, യെസ്. സോ A നമ്മുടെ കയ്യിലുണ്ട് 3 4 5 6. A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? A' എന്ന് പറഞ്ഞാൽ A ട്രാൻസ്പോസ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക 3 4, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക 5 6. ഇനി ബി പാർട്ടി ചോദിക്കുന്ന പോലെ A + A ട്രാൻസ്പോസ് ചെയ്യാം. എയും A ട്രാൻസ്പോസും കൂടെ കൂട്ടാം. കറസ്പോണ്ടിങ് എലമെന്റ് കൂട്ടും. 3 3 കൂട്ടിയാൽ 6, 5 4 കൂട്ടിയാൽ 9, 5 4 കൂട്ടിയാൽ 9, 6 6 കൂട്ടിയാൽ 12. ഇതാണ് A + A ട്രാൻസ്പോസ്. ഇനി അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? A - A ട്രാൻസ്പോസ്. A - A ട്രാൻസ്പോസ് 3 ൽ നിന്ന് 3 പോയാൽ 0, 4 ൽ നിന്ന് 5 പോയാൽ -1, 5 ൽ നിന്ന് 4 പോയാൽ 1, 6 ൽ നിന്ന് 6 പോയാൽ 0. ഇതാണ് A - A ട്രാൻസ്പോസ്. ബി പാർട്ട് സെറ്റ്. അപ്പോൾ A പാർട്ട് സെറ്റ്, ബി പാർട്ട് സെറ്റ്. സി പാർട്ടിൽ എന്താ ചോദിക്കുന്നത്? എക്സ്പ്രസ് A ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. നമുക്കറിയാം A + A ട്രാൻസ്പോസ് എപ്പോഴും സിമെട്രിക് ആണ്. A - A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണ്. പക്ഷെ അത് കൂട്ടുമ്പോൾ കിട്ടുന്ന 2A ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് A കിട്ടാനായിട്ട് ഒരു 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കൂട്ടുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ഓക്കെ, അതായത് 1/2 × A + A ട്രാൻസ്പോസ് പ്ലസ് A - A ട്രാൻസ്പോസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് A തന്നെ ആയിരിക്കും കിട്ടുന്നത്. സംശയം ഉണ്ടെന്ന് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തേ. A ട്രാൻസ്പോസ് പ്ലസ് A ട്രാൻസ്പോസും - A ട്രാൻസ്പോസും ക്യാൻസൽ. എയും എയും കൂട്ടിയാൽ 2A, 2Aയും താഴത്തെ 2ഉം കൂടെ വെട്ടിയാൽ A. അപ്പം A + A ട്രാൻസ്പോസ് സിമെട്രിക് ആണ്. A - A ട്രാൻസ്പോസ് സ്ക്യൂ സിമെട്രിക് ആണ്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. A + A ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് എ സിമെട്രിക് മെട്രിക്സ്. A - A ട്രാൻസ്പോസ് ഈസ് ഓൾവേസ് എ സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. A + A ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? സിമെട്രിക് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സിമെട്രിക് ആണ്. A - A ട്രാൻസ്പോസ് ഓൾവേസ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആണ്. സ്ക്യൂ സിമെട്രിക് ആണ്. യെസ്, ഇത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് A ആയിരിക്കും കിട്ടുന്നത്. അത് ഒരു സ്റ്റെപ്പായിട്ട് കാണിക്കണം. 1/2 × A + A ട്രാൻസ്പോസ് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? 6 9 9 12 പ്ലസ് A - A ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 0 -1 1 0. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം A ആയിരിക്കും. ഇത് കൂട്ടുക 6 1/2 × ഇത് അകത്ത് കൂട്ടിക്കഴിഞ്ഞാൽ 6, 9 ൽ നിന്ന് 1 പോയാൽ 8, 9ഉം 1ഉം 10, 12ഉം 0ഉം 12. 1/2 അകത്ത് കൊടുത്താൽ 3 4 5 6. 3 4 5 6 അത് തന്നെയല്ലേ A എന്ന് പറയുന്നത്. A കിട്ടിയല്ലോ. A എന്ന് പറയുന്നത് എന്താണ്? 3 4 5 6. സോ അപ്പോൾ തന്നിട്ടുള്ള മെട്രിക്സ് A മെട്രിക്സിനെ A + A ട്രാൻസ്പോസ് എന്ന ഒരു സിമെട്രിക് മെട്രിക്സിൻ്റെയും A - A ട്രാൻസ്പോസ് എന്ന ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും സമ്മായിട്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇതായിരുന്നു ചോദ്യത്തിൽ അവർ ആവശ്യപ്പെട്ടത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കിയോളൂ. ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് 3 3 4 -1. ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ എല്ലാവർക്കും അറിയാവുന്ന സംഗതി അല്ലേ. എന്തുവരും? 3 × -1 -3 -4 × 3 12. ആൻസർ എന്തോ? -15 വരെ ഉത്തരം. ശരിയല്ലേ? അടുത്തത് എക്സിൻ്റെ വില കണ്ടുപിടിക്കാൻ. x × x x² - 1 × 1 1 = 15. അവിടുന്ന് x² = 15 + 1 = 16. x = √16 ± 4 വരെ ഉത്തരം. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇവാലുവേറ്റ് ഡിറ്റർമിനന്റ് cos θ - sin θ sin θ cos θ.
ഈ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ എന്തുവാ? കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. സോ കോസ് സ്ക്വയർ തീറ്റ 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. സൈൻ സ്ക്വയർ തീറ്റയും കോസ് സ്ക്വയർ തീറ്റയും കൂടെ കൂട്ടിയ 1 വരും ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് ഇഫ് ഡിറ്റർമിനന്റ് 2, 4, 5, 1 ഈക്വൽ ടു 2x, 4, 6x 2 into 1 2 മൈനസ് i4 20 ഈക്വൽ ടു 2x into x 2x സ്ക്വയർ മൈനസ് r4 24. 20 നിന്ന് 2 നിന്ന് 20 പോയാൽ മൈനസ് 18 മൈനസ് 24 ഇപ്പുറം വരുമ്പോൾ പ്ലസ് 24 ഈക്വൽ ടു 2x സ്ക്വയർ. അതായത് 2x സ്ക്വയർ ഈക്വൽ ടു 24 നിന്ന് 18 പോയാൽ 6. ശരിയല്ലേ? അവിടുന്ന് എക്സ് സ്ക്വയർ ഈക്വൽ ടു 6/2 സമം 3. എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √3 വരും. ശരി ഉത്തരം. സെറ്റാണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, എക്സാമിൻ ദ കൺസിസ്റ്റൻസി ഓഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. അപ്പോൾ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് എക്സ് പ്ലസ് 2y ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇക്വേഷൻ, 2 2x പ്ലസ് 3y ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഇക്വേഷൻ. ഇങ്ങനെ 2 ഇക്വേഷൻ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ നമ്മൾ വിളിക്കും. ഇത് എന്താവണം എന്നാണ് പറയുന്നത്? കൺസിസ്റ്റന്റ് ആവണം എന്നാണ് പറയുന്നത്. കൺസിസ്റ്റന്റ് ആവണം എന്നാണ് പറയുന്നത്. കൺസിസ്റ്റന്റ് ആവാനുള്ള കണ്ടീഷൻ എന്തുവാ? വാട്ട് ഈസ് ദ കണ്ടീഷൻ ഫോർ കൺസിസ്റ്റൻസി? നമുക്കറിയാം കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ ഇപ്പം സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്നുള്ള ഒരു ഇക്വേഷനാണ് ഉപയോഗിക്കുക. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണെന്ന് നമുക്കറിയാം. ഈ ഡിറ്റർമിനന്റ് ഓഫ് എ 0 ആയി കഴിഞ്ഞാൽ ഡിവിഷൻ ബൈ 0 നോട്ട് ഡിഫൈൻഡ് ആയി പോകും. ശരിയല്ലേ? അപ്പം നോട്ട് ഡിഫൈൻഡ് ആണെങ്കിൽ അത് ഇൻകൺസിസ്റ്റന്റ് ആണ്, ഡിഫൈൻഡ് ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ ഡിഫൈൻഡ് കണ്ടീഷൻ വരണം. ഡിഫൈൻഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റന്റ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ കൺസിസ്റ്റന്റ്. ശ്രദ്ധിച്ചിരിക്കുക, കൺസിസ്റ്റൻസി എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ കൺസിസ്റ്റന്റ് ആവാം, ഇൻകൺസിസ്റ്റന്റ് ആവാം. ഇപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ ഈ 2 സാധ്യതകളിൽ ഏത് വേണമെങ്കിലും ആവാം. അതിനകത്ത് കൺസിസ്റ്റന്റ് ആവാനുള്ള ചാൻസ് ഡിറ്റർമിനന്റ് എ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ മാത്രം. ഇൻകൺസിസ്റ്റന്റ് ആവുന്നത് എപ്പോഴാണ്? ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു 0 ആവുന്ന കേസ്. ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് സെഡ് ടു ബി ഇൻകൺസിസ്റ്റന്റ് എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനുവേണ്ടി ആ ലീനിയർ ഇക്വേഷൻ്റെ സിസ്റ്റം എഴുതണമെന്നുണ്ടെങ്കിൽ എ മെട്രിക്സ് 1 2 2 3 എന്നതാണ് നമ്മുടെ എ മെട്രിക്സ്. കോയിഫിഷ്യൻ മെട്രിക്സിനെയാണ് എ എന്നുള്ള പേരിട്ട് വിളിക്കുക. എക്സിൻ്റെ വൈയുടെ കോയിഫിഷ്യൻസ്. ഡിറ്റർമിനന്റ് എ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടും 3 - 4. ഉത്തരം -1 നോട്ട് ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ പറയാം തന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആണ്. ക്ലാരിഫൈഡ് ആയോ? The given system of linear equation is a consistent system of linear equation എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. അടുത്ത ചോദ്യം, if A is equal to matrix -1 2 x 4 is singular. ഒരു മെട്രിക്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ മെട്രിക്സ് എങ്ങനെയുള്ള മെട്രിക്സ് ആണെന്നാണ് പറയുന്നത്? ഒരു സിംഗുലർ മെട്രിക്സ് ആണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. സിംഗുലർ എന്ന് പറഞ്ഞാൽ ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. If determinant of A is equal to 0, then the matrix A is called a singular matrix. Determinant A 0 ആണെങ്കിൽ ആ എ എന്ന് പറയുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സിംഗുലർ മെട്രിക്സ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിച്ച് നോക്കാം. -1 × 4 -4 മൈനസ് എക്സ് ഇൻറ്റു 2 2x. ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 ആണ് സിംഗുലർ ആയതുകൊണ്ട്. അപ്പോൾ -4 -2x ഈക്വൽ ടു 0 എന്ന് പറയാം. അവിടെ നിന്ന് -2x ഈക്വൽ ടു -4 ഇപ്പുറം വരുമ്പോൾ +4, x ഈക്വൽ ടു 4/-2 -2 വരും. ശരി ഉത്തരം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. -2 വരും. ശരി ഉത്തരം. യെസ്. സോ നൗ വി ആർ എൻ്ററിങ് ഇൻ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ക്വസ്റ്റ്യൻ നോക്കിയോളൂ. ഇഫ് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 -3 5 3 2 -4 1 1 -2 ഫൈൻഡ് ഡിറ്റർമിനന്റ് എ എന്നാണ് നമ്മളോട് അവർ ആവശ്യപ്പെടുന്നത്. എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് ചെയ്ത് നോക്കൂ. എല്ലാവരും ചെയ്ത് നോക്കിയേ. ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു
2 into -4 -4 plus 3 into 3 ഉള്ള റോയും കോളം പോയി കഴിഞ്ഞാൽ -6 -4 plus 5 into 5 ഉള്ള റോയും കോളം പോയി കഴിഞ്ഞാൽ 3 - 2 equal to 2 into -4 plus 4 plus 3 into -6 plus 4 plus 5 into 3 - 2 is 1 -4 plus 4 cancelled 3 into -6 plus 4 വ്യത്യാസം കണ്ടിട്ട് വലുതിൻ്റെ ചിഹ്നം 6 4 പോയ 2 വലുത് 6 സൈൻ മൈനസ് പ്ലസ് 5 അപ്പോൾ -23 6 പ്ലസ് 5 ഉത്തരം കിട്ടി -1 വരും ഡിറ്റർമിൻ്റ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ ഡിറ്റർമിൻ്റ് വാല്യൂ ഫസ്റ്റ് പാർട്ടിൻ്റെ ആൻസർ ആയി -1. ഇനി സെക്കൻഡ് പാർട്ട് നോക്കാം. ഫൈൻഡ് കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ എന്നാണ് ചോദിച്ചേക്കുന്നത്. കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കാൻ ട്രിക്ക് ഉപയോഗിക്കാം. എന്താണ് അത് തന്നിട്ടുള്ളത് അതേപോലെ എഴുതുക. 2 - 3 5 3 2 -4 1 1 -2 എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് കോളം റിപ്പീറ്റ് ചെയ്ത് എഴുതുക. 2 3 1 -3 2 1. ഇനി ഫസ്റ്റ് 2 റോ താഴോട്ട് റിപ്പീറ്റ് ചെയ്ത് എഴുതാം. 2 - 3 5 2 -3 3 2 -4 3 2. ഫസ്റ്റ് റോയിങ് ആൻസർ, ഫസ്റ്റ് കോളോങ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് നേരെ എന്തിലോട്ട് കയറാം? കോഫാക്ടർ മെട്രിക്സിലോട്ട് കയറാം അല്ലേ? കോഫാക്ടർ മെട്രിക്സിലോട്ട് കയറിക്കൂടെ? കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്നത് എന്ത് വരും? കോഫാക്ടർ മെട്രിക്സ് ഇസ് ഈക്വൽ ടു, ശ്രദ്ധിച്ചിരിക്കുക, കണ്ടുപിടിച്ചേ. 2 into -2 -4 -1 into -4 അല്ലേ? 2 into -2 എന്ന് പറഞ്ഞാൽ ഇനി ഈ ഒരു പ്രോസസ്സ് നമ്മൾ റോ വൈസ് അങ്ങ് ചെയ്താൽ മതി. എന്നിട്ട് കിട്ടുന്ന ഓരോ എലമെന്റ്സ് എഴുതി കഴിഞ്ഞാൽ നേരെ കോഫാക്ടർ മെട്രിക്സ് ആവും. 2 into -2 എന്ന് പറഞ്ഞാൽ -4 മൈനസ്, നമുക്കൊന്ന് എഴുതി ചെയ്യാം. 2 into -2 എന്ന് പറഞ്ഞാൽ -4 -1 into -4 എന്ന് പറഞ്ഞാൽ -4, അതായത് -4 + 4 ഉത്തരം 0 കിട്ടും. അടുത്ത -4 into 1 -4 -2 into 3 -6, അതായത് -4 + 6 6 4 പോയാൽ 2 വരും. അടുത്ത 3 - 2 എന്താണ്? 1. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 3 - 2 1. അടുത്തത് 5 - 6 അല്ലെ? 5 -3 into -2 6. 5 - 6 എന്തുവാ? -1. അടുത്ത -2 - 5 -2 into 2 -4 -4 -5 -9 അല്ലെ? -9. അടുത്തത് -3 -2 -5. അടുത്തത് 12 - 10 12 - 10 2. അടുത്ത 15 - 8 15 + 8 23. അടുത്തത് 4 + 9 13. 4 + 9 13. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ കോഫാക്ടർ മെട്രിക്സ്. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കറക്റ്റ് ചെയ്തോണേ. കാൽക്കുലേഷൻ മിസ്റ്റേക്കും എല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് തിരുത്തിക്കോണം. ശ്രദ്ധിച്ചിരിക്കുക. യെസ്. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമ്മളോട് എന്താണ് അവർ ആവശ്യപ്പെടുന്നത്? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് ആവശ്യപ്പെടുന്നത്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ അല്ലേ? അപ്പോൾ അഡ്ജോയിന്റ് ഓഫ് എ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്ത് കിട്ടിയിട്ടുണ്ട്? കോഫാക്ടർ മെട്രിക്സ് കിട്ടിയിട്ടുണ്ട്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? അഡ്ജോയിന്റ് കിട്ടും അല്ലേ? യെസ്. 0 2 1 -1 -9 -5 2 23 13. കറക്റ്റ് ആണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് കറക്റ്റ് ആണ്. ഒന്ന് വെരിഫൈ ചെയ്തിട്ടുണ്ട്. യെസ്. അടുത്ത എന്ത് കണ്ടുപിടിക്കണം? എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് അഡ്ജോയിന്റ് ഓഫ് എ ഡിവൈഡഡ് ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ് നമ്മൾ എ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുത്ത് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടുപിടിക്കണം. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് എടുക്കുക. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കുക. 0 2 1. സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കുക. -1 -9 -5 -1 -9 -5. തേർഡ് റോ തേർഡ് കോളം ആക്കുക. 2 23 13 2 23 13. ഇതാണ് അഡ്ജോയിന്റ്. ഇതാണ് എന്തെന്ന് പറയുന്നത്? അഡ്ജോയിന്റ് എന്ന് പറയുന്നത്. ഈ അഡ്ജോയിന്റ് എനെ ഡിറ്റർമിന്റ് എ കൊണ്ട് ഹരിച്ചാൽ എന്തായി? എ ഇൻവേഴ്സ് ആയി.
ഓൾറെഡി ഡിറ്റർമിൻ്റെ നമ്മുടെ കയ്യിലുണ്ട്, -1 ആണ്. അതൊന്ന് ഹരിച്ചാൽ മതി. എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു എന്താണ്? എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു adjoint of A divided by determinant of A is equal to adjoint of A എന്ന് പറയുന്നത് 0 -1 2 2 -9 23 1 -5 13. ഇതാണ് adjoint of A എന്ന് പറയുന്നത്. determinant of A -1 ആണ്, -1 കൊണ്ട് ഹരിക്കുക. so this is equal to 0 by -1 0 -1 by -1 1 2 by -1 -2 2 by -1 -2 -9 by -1 9 23 by -1 -23 1 by -1 -1 -5 by -1 +5 13 by -1 -13 കിട്ടിപ്പോയി. ഉത്തരമെല്ലാം കറക്റ്റ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ adjoint of A by determinant of A, that is A inverse. ഓക്കെ, ഇനി യൂസിങ് A inverse solve the system of equation എന്നാണ് പറയുന്നത്. A inverse ഉപയോഗിച്ച് ആ ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ത് ചെയ്യുക? ഫ്രം പാർട്ട് സി സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. യെസ്, സോ നമുക്കൊരു സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ആയിട്ട് ക്വസ്റ്റ്യനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ലല്ലോ. സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ക്വസ്റ്റ്യനിൽ അവർ അതിന് ശേഷം പറയുന്നുണ്ട്. ക്വസ്റ്റ്യൻ്റെ ബാക്കിയായിട്ട് നമ്മൾ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. യെസ്, അവർ സോൾവ് ചെയ്യാൻ പറയുന്ന സിസ്റ്റം ഓഫ് ഇക്വേഷൻ ഞാൻ സൈഡിൽ എഴുതുന്നുണ്ട്, ഒന്ന് എഴുതിയിട്ടാണേ. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ താഴെ ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഞാനത് എടുക്കാൻ വിട്ടുപോയതാണ്. ഞാൻ ആ ഇക്വേഷൻസ് ഇപ്പോൾ തരാം, അതൊന്ന് എഴുതിയിട്ടോളൂ. സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ 2x - 3y + 5z = 11 3x + 2y - 4z = -5 x + y - 2z = -3. ഇതാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇത് സോൾവ് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും കോഎഫിഷ്യൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത് എ മെട്രിക്സ് തന്നെയാണ്. കോൺസ്റ്റൻറ്റുകൾ മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നേരെ എന്ത് ഉപയോഗിച്ചാൽ മതി? എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഉപയോഗിച്ചാൽ ആൻസറായി. എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി ഉപയോഗിച്ചാൽ ആൻസറായി. എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 0 1 -2 -2 9 -23 -1 5 -13. ഇതാണ് എ ഇൻവേഴ്സ്. ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള സംഖ്യകൾ 11 - 5 -3 11 - 5 -3 11 - 5 -3. സോ ഇത് മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. ഇത് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ആൻസർ ആവും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അടിപൊളിയായിട്ട് അറിയാവുന്ന സംഭവമാണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നത് 1 2 3 എന്നായിരിക്കും. 1 2 3. ഓക്കെ, ഈ എക്സ് എന്ന് പറയുന്നത് XYZ ആണ്. സോ XYZ = നമുക്കിപ്പോൾ എന്ത് കിട്ടും? 1 2 3 എന്ന് പറഞ്ഞിട്ട് കിട്ടും. അവിടുന്ന് x = 1 y = 2 z = 3 വരും ആൻസർ. x = 1 y = 2 z = 3. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. യെസ്, അടുത്തത് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസുമായിട്ട് ബന്ധപ്പെടുന്ന 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അവസാനം 1-2 സിമ്പിൾ ആയിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് മാത്രമേ അവിടെ നിന്ന് ചോദിക്കുകയുള്ളൂ. അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓണം എക്സാം സ്പെഷ്യൽ എല്ലാ ചാപ്റ്ററും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി നിങ്ങൾ അത് കൂടുതൽ ഫോക്കസ് ചെയ്താൽ മതി. ഓണം എക്സാം സ്പെഷ്യൽ നമ്മൾ ഒരു വീഡിയോ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് അവിടുന്ന് സ്കോർ ചെയ്യാൻ സാധിക്കും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അവിടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നമുക്ക് പഠിക്കാനുള്ളത് അതെല്ലാം തന്നെ നമ്മൾ ആ ഒരു ചാപ്റ്ററിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കിയോ. നമ്മുടെ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. കൺസിഡർ ദ സെറ്റ് A is equal to set 1 2 3 4 B is equal to set ABCDEF such that A2 B be a function defined by F is equal to 1 A 2 B 3 D 4 C is F 1 1 or on 2. Does F inverse exist? അപ്പോൾ സെക്കൻഡ് പാർട്ട് നമുക്ക് ആവശ്യമില്ല. നമുക്ക് 1 1 ആണോ 2 ആണോ എന്ന് അറിഞ്ഞാൽ മതി. സെക്കൻഡ് പാർട്ട് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡിലീറ്റഡ് ടോപ്പിക് ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരില്ല കേട്ടോ. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ 1 1 on 2 ആണ്. ഇത് രണ്ടുമാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ആയിരിക്കും എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. യെസ്, അപ്പോൾ അതിന് 1 1 ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആരോ ഡയഗ്രമാണ്, സെറ്റിൻ്റെ രൂപത്തിൽ തരുമ്പോൾ ആരോ ഡയഗ്രമാണ് ഏറ്റവും എളുപ്പം. എ എന്ന് പറയുന്നത് 1 2 3 4, ബി സെറ്റ് എന്ന് പറയുന്നത് ABCDEF. ഓക്കെ, ഇനി റിലേഷൻ റിലേഷൻ തന്നിട്ടുണ്ട്. 1 നിന്ന് എയിലോട്ടൊരു റിലേഷൻ,
2-ൽ നിന്ന് ബിയിലോട്ട് റിലേഷൻ, 3-ൽ നിന്ന് ഡിയിലോട്ട് റിലേഷൻ, 4-ൽ നിന്ന് സിയിലേക്ക് അല്ലേ, 4-ൽ നിന്ന് സിയിലേക്ക് റിലേഷൻ. ഓക്കെ, 1-1 ആണോ എന്ന് നോക്കിക്കേ. 1-1 ആണ്. എല്ലാ എലമെന്റിൽ നിന്ന് ആരോ മാർക്ക് പോയിട്ടുണ്ട്, ഒരു എലമെന്റിലേക്ക് ഒരു ആരോ മാർക്കേ ചെന്നിട്ടുള്ളൂ അല്ലേ. എവരി എലമെന്റ് ഓഫ് എ ഹാസ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. അപ്പം അതുകൊണ്ട് അത് 1-1 ആണ്. ഇത് എ സെറ്റ് ആണ്, ഇത് ബി സെറ്റ് ആണ്. എവരി എലമെന്റ് ഓഫ് എ, അപ്പോൾ അത് 1-1 ആണ് എന്നുള്ളതാണ് ശരി. എവരി എലമെന്റ് ഓഫ് എ ഹാസ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. എയിലുള്ള എല്ലാ എലമെന്റ്സിനും ബിയിൽ വ്യത്യസ്തമായ ഇമേജസ് ആണ്. therefore f is എന്താണെന്ന് പറയാം, 1-1 ആണ് എന്ന് പറയാം. 1-1 ആണ് എന്ന് പറയാം. ഇനി അടുത്ത ഓൺ ടു എങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്നത്? ഓൺ ടു ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? കോഡൊമൈനും റേഞ്ചും സെയിം ആവണം. കോഡൊമൈനും റേഞ്ചും സെയിം ആയാൽ ഓൺ ടു, സെയിം അല്ലെങ്കിൽ ഓൺ ടു അല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്ത് എഴുതി നോക്കുന്നു? കോഡൊമൈൻ എഴുതി നോക്കുന്നു. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെന്റുകളല്ല, ദ സെക്കൻഡ് സെറ്റ്. ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ശ്രദ്ധിച്ചിരിക്കുക. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് എ ടു ബി ആണെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡ് സെറ്റ് ആയിട്ടുള്ള ബി സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കോഡൊമൈൻ അല്ലേ, കോഡൊമൈൻ. ഇവിടെ കോഡൊമൈൻ ബി സെറ്റ് അതുപോലെ തന്നെ എഴുതിയാൽ മതി. എ ബി സി ഡി ഇ എഫ്, ഇതാണ് കോഡൊമൈൻ. റേഞ്ച് എന്ന് പറയുന്നത് ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെന്റ്സ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ ദി ഓർഡേർഡ് പെയർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് എലമെന്റ്സ് ഇൻ ദി ഓർഡേർഡ് പെയർ ആണെങ്കിൽ ഡൊമൈനും, സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്സ് ഇൻ ദി ഓർഡേർഡ് പെയർ ആണെങ്കിൽ റേഞ്ച്. +1 പഠിച്ചതാണ്. റേഞ്ച് എന്ന് പറയുന്നത് എന്ത് വരും? റേഞ്ച് എന്ന് പറയുന്നത് ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെന്റ്സ്, എ ബി സി ഡിയിലേക്കാണ് ആരോ മാർക്കുകൾ വരുന്നത്. എ ബി സി ഡി, അതാണ് റേഞ്ച്. രണ്ടും സെയിം അല്ല. ഇക്വാലിറ്റി ഓഫ് ടു സെറ്റ് അനുസരിച്ച് രണ്ടും സെയിം അല്ല. കോഡൊമൈനിലുള്ള എല്ലാ എലമെന്റും റേഞ്ചിനകത്ത് വന്നാലേ സെയിം ആവത്തുള്ളൂ. ഇയും എഫും റേഞ്ചിനകത്തില്ല. അപ്പോൾ കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്, കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈനും റേഞ്ചും തുല്യമല്ലാത്തതുകൊണ്ട് തന്നെ എന്ത് പറയാം? therefore f is എന്താണ്? നോട്ട് ഓൺ ടു. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തല്ല? ഓൺ ടു അല്ല. അപ്പോൾ 1-1 ആണ്, പക്ഷെ എന്തല്ല? ഓൺ ടു അല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ബി പാർട്ട് എഫ് ഇൻവേഴ്സ് എന്നുള്ള ചോദ്യം നമുക്ക് അവോയ്ഡ് ചെയ്യാം, കാരണം ഇൻവേഴ്സ് നമുക്ക് പഠിക്കാനില്ല. ഒരു എ സെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ്? 2 3 4 5. ഒരു ബി സെറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് 7 9 11 13. എയിൽ നിന്നും ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫംഗ്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എഫ് ഓഫ് 2 7 ആണ്. അപ്പോൾ 2 നിന്ന് 7ലേക്ക് ആരോ മാർക്ക്. എഫ് ഓഫ് 3 9 ആണ്. 3 നിന്ന് 9ലേക്ക്. എഫ് ഓഫ് 4 11 ആണ്. 4 നിന്ന് 11ലേക്ക്. എഫ് ഓഫ് 5 13 ആണ്. 5 നിന്ന് 13ലേക്ക് ആരോ മാർക്ക്. ഓക്കെ, ഷോ ദാറ്റ് എഫ് ഈസ് 1-1 ആൻഡ് ഓൺ ടു. ഒറ്റ നോട്ടത്തിൽ പറയാം, എവരി എലമെന്റ് ഓഫ് എ ഹാസ് ഡിഫറെന്റ് ഇമേജസ് ഇൻ ബി. എല്ലാ എലമെന്റിൽ നിന്നും ആരോ മാർക്ക് പോകുന്നുണ്ട്, എങ്കിൽ മാത്രമേ അതൊരു ഫംഗ്ഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യാൻ പറ്റൂ. എല്ലാ ആരോ മാർക്കുകൾ പോകുന്നത് വ്യത്യസ്തമായ എലമെന്റുകളിലേക്കാണ്. ഒരു എലമെന്റിലേക്ക് ഒന്നിലധികം ആരോ മാർക്കുകൾ വരുന്നില്ല. അപ്പോൾ തന്നെ ഉറപ്പിച്ചോളൂ, അതൊരു എന്ത് ഫംഗ്ഷനാണ്? 1-1 ഫംഗ്ഷനാണ്. ശരിയല്ലേ? എവരി എലമെന്റ് ഓഫ് എ has different images in B. Every element of A has different images in B. Therefore function എന്താണെന്ന് പറയാം? f is 1-1 ആണെന്ന് പറയാം അല്ലേ? 1-1 ആണെന്ന് പറയാം. ഓക്കെ, ഇനി ഓൺ ടു ആണ് എന്ന് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കോഡൊമൈൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ് 7 9 11 13 ആണ് കോഡൊമൈൻ. നോക്ക്, കോഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? കോഡൊമൈൻ ഇസ് ഈക്വൽ ടു 7 9 11 13. റേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് എന്ന് പറയുന്ന ആരോ മാർക്കുകൾ ചെന്ന് വീഴുന്ന എലമെന്റുകൾ 7 9 11 13. 7 9 11 13 രണ്ട് സെയിമാ. ഇപ്പം ഒറ്റ നോട്ടത്തിൽ പറഞ്ഞുകൂടെ നമുക്ക്? therefore കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ ഈക്വൽ ടു എന്താണെന്ന് പറയാം? റേഞ്ച് ആണെന്ന് പറയാം. സെയിം ആയതുകൊണ്ട് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
ഓൺ ടു ആണ് എന്ന് നമുക്ക് വ്യക്തവും ശക്തവുമായി മനസ്സിലായി കഴിഞ്ഞു. കോഡൊമൈനും റേഞ്ച് സെയിം ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായേ പറ്റുള്ളൂ? ഓൺ ടു ആയേ പറ്റത്തുള്ളൂ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് സച്ച് ദാറ്റ് നാച്ചുറൽ നമ്പേഴ്സ് ടു നാച്ചുറൽ നമ്പേഴ്സ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x ഈസ് 1 ആണ്, പക്ഷെ ഓൺ ടു അല്ല എന്ന് കാണിക്കണം. എഫ് ഓഫ് എക്സ് തന്നു കഴിഞ്ഞാൽ 1 ആണെന്ന് കാണിക്കാൻ എളുപ്പമല്ലേ? 1 ആണെന്ന് കാണിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ചെയ്യുമ്പോൾ x1 ഈക്വൽ ടു x2 ആണെന്ന് കാണിച്ചാൽ മതി. എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ 2x1, എഫ് ഓഫ് എക്സ് ടു എന്ന് പറഞ്ഞാൽ 2x2. 2 ക്യാൻസലായി, x1 ഈക്വൽ ടു x2 കിട്ടി. ശരിയല്ലേ? Therefore f of x1 equal to f of x2 implied that x1 equal to x2. Therefore f is എന്താണെന്ന് പറയാം? 1 ആണ് എന്ന് പറയാം. അടുത്തത് ഓൺ ടു അല്ല എന്ന് കാണിക്കേണ്ട. അല്ല എന്ന് കാണിക്കാൻ ഒരു കൗണ്ടർ എക്സാമ്പിൾ കാണിച്ചാൽ മതി. ഓൺ ടു അല്ല എന്ന് കാണിക്കാൻ റേഞ്ച് കണ്ടുപിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എഫ് ഓഫ് എക്സിനെ y ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. 2x ഈക്വൽ ടു y. അവിടുന്ന് x എന്ന് പറയുന്നത് y/2 അല്ലെ? x എന്ന് പറയുന്നത് y/2. ഇനി നമ്മുടെ കോഡൊമൈനിൽ നിന്ന് ഒരു y സെലക്ട് ചെയ്യുക, നാച്ചുറൽ നമ്പർ എടുക്കുക. ഒരു നാച്ചുറൽ നമ്പർ എന്താണ്? yക്ക് പകരം 1 കൊടുക്കുക. ഒരു നാച്ചുറൽ നമ്പർ അല്ലേ? അപ്പോൾ നമുക്ക് എക്സിൻ്റെ വില എന്ത് കിട്ടി? 1/2 കിട്ടി. ഈ 1/2 എന്നത് എന്തിൽ പെടുന്നില്ല? ഈ 1/2 ആണ് നമ്മുടെ റേഞ്ച് അല്ലേ? നമുക്കിപ്പോൾ കിട്ടിയ എക്സിൻ്റെ ഉത്തരം 1/2 റേഞ്ചിൽ പെടുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ കോഡൊമൈനായ നാച്ചുറൽ നമ്പറിൽ പെടുന്നില്ല. ശരിയല്ലേ? ഇപ്പോൾ കോഡൊമൈൻ നാച്ചുറൽ നമ്പർ സെയിം അല്ല. ഇത് നാച്ചുറൽ റേഞ്ച് നാച്ചുറൽ നമ്പറിൽ പെടുന്നില്ല, പക്ഷെ കോഡൊമൈൻ നാച്ചുറൽ നമ്പർ ആണ്. അപ്പോൾ തന്നെ നമുക്ക് ഉറപ്പിച്ചുകൂടെ കോഡൊമൈൻ റേഞ്ച് സെയിം അല്ല എന്നുള്ളത്? Therefore നമുക്ക് എന്ത് പറയാം? കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. കോഡൊമൈൻ നോട്ട് ഈക്വൽ ടു റേഞ്ച്. Therefore f is എന്താണ്? നോട്ട് ഓൺ ടു ആണെന്ന് പറയാൻ പറ്റും. എഫ് എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഓൺ ടു ആണ് എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, സോ അപ്പോൾ നമുക്ക് നേരെ അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. Let f such that real numbers to real numbers be a function defined by f of x equal to 4x plus 3. Show that f is bijective. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ആവശ്യമില്ല. ബി പാർട്ട് നമുക്ക് പഠിക്കാനില്ല. ഇൻവെർട്ടിബിലിറ്റി ഒക്കെ അവോയ്ഡഡ് ടോപ്പിക്കാണ്, ഡിലീറ്റഡ് ടോപ്പിക്കാണ്. അപ്പം ബൈജക്റ്റീവ് ആണെന്ന് കാണിച്ചാൽ മതി. ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കാൻ പറഞ്ഞാൽ ഇതെന്താണെന്ന് കാണിക്കാനാണ്? 1 ഓൺ 2 ആണെന്ന് കാണിക്കാനാണ് ക്വസ്റ്റ്യനിൽ അവർ ആവശ്യപ്പെടുന്നത്. സോ 1 ആണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് 1 ആണ് എന്ന് കാണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ചെയ്യുമ്പോൾ x1 ഈക്വൽ ടു x2 കിട്ടുന്നുണ്ടെന്ന് കാണിച്ചാൽ മതി അല്ലേ? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ചെയ്യുമ്പോൾ x1 ഈക്വൽ ടു x2 കിട്ടുന്നുണ്ടെങ്കിൽ അത് 1 ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 4x plus 3 ആണ്. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എടുക്കാം. അപ്പോൾ എന്ത് വരും? 4x1 plus 3 ഈക്വൽ ടു 4x2 plus 3 എന്ന് വരും. 3 ക്യാൻസൽ ആവും. 4x1 ഈക്വൽ ടു 4x2 എന്ന് വരും. 4 ക്യാൻസൽ ആവും. x1 ഈക്വൽ ടു x2 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? Therefore f of x1 ഈക്വൽ ടു f of x2 implied that x1 ഈക്വൽ ടു x2. Therefore f is എന്താണെന്ന് പറയാം? 1 ആണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഇനി അടുത്തത് ബൈജക്റ്റീവ് ആണെന്ന് കാണിക്കണമെങ്കിൽ ഓൺ ടു ആണ് എന്നും കൂടെ കാണിക്കണം. ഓൺ ടു ആണെന്ന് കാണിക്കണമെങ്കിൽ എഫ് ഓഫ് എക്സിനെ വൈയുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. 4x plus 3 ഈക്വൽ ടു y എന്ന് നമുക്ക് കിട്ടും. അവിടുന്ന് x ഈക്വൽ ടു y മൈനസ് 3/4 എന്ന് കിട്ടും. ഇനി ഈ വൈയുടെ പ്ലേസിലോട്ട് ഏത് റിയൽ നമ്പർ കൊടുത്താലും എക്സിന് കിട്ടുന്ന ഉത്തരം റിയൽ നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പം നമ്മുടെ കോഡൊമൈൻ റിയൽ നമ്പർ ആണ്. നമുക്ക് കിട്ടിയ എക്സിൻ്റെ ഉത്തരങ്ങൾ റേഞ്ചും അതും റിയൽ നമ്പറാണ് അല്ലേ? കോഡൊമൈൻ ഈക്വൽ ടു എന്താണെന്ന് പറയാൻ പറ്റും? കോഡൊമൈൻ ഈക്വൽ ടു റേഞ്ച് ആണെന്ന് പറയാൻ പറ്റും. ശരിയല്ലേ? Therefore എഫ് ഈസ് എന്താണ്? ഓൺ ടു. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ഓൺ 2 ഇത് രണ്ടുമായി. ശരിയല്ലേ? എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ഓൺ 2 ഇത് രണ്ടും ആയതുകൊണ്ട് വ്യക്തവും ശക്തവുമായിട്ട് നമുക്ക് പറയാം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷനാണ്? ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനി നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ചെറിയ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിച്ചിരിക്കണേ. ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ്
ഫൈൻഡ് പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/√2. സോ അപ്പോൾ നമ്മളവിടെ ആലോചിക്കേണ്ട ഇത്ര മാത്രം, സൈനിന് ഏത് ആംഗിളാണ് ഉത്തരം 1/√2 വരുന്നത്. സൈനിന് ഏത് ആംഗിളാണ് ഉത്തരം 1/√2 വരുന്നത്. ഏത് ആംഗിളാണ്? നമുക്കറിയാം 45 ഡിഗ്രി ആണ്. സൈൻ 45 ആണ് 1/√2. 45 ഡിഗ്രി എന്ന് എഴുതരുത്, എപ്പോഴും ആലോചിക്കുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഉത്തരം എഴുതുമ്പോൾ റേഡിയൻ മെഷറിൽ വേണം എഴുതാൻ. 45ന്റെ റേഡിയൻ മെഷർ എന്താണ്? π/4 ആണ് ആൻസർ വരിക. π/4 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ഒരു പ്രിൻസിപ്പൽ വാല്യൂ എഴുതാനുള്ള ചോദ്യമായിരിക്കും പ്രധാനമായിട്ടും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഒരു പ്രിൻസിപ്പൽ വാല്യൂ എഴുതാനുള്ള ചോദ്യമായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അത് മസ്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതേപോലുള്ള 30, 60, 90, 45, 45, 90 ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പോൾ അവിടുന്ന് എല്ലാ ഏത് ആംഗിൾ 30യുടെയും 60യുടെയും 90യുടെയും 45ൻ്റെയും ഒക്കെ ഏത് ആംഗിളുകളുടെ വേരിയേഷൻ ചോദിച്ചാലും നിങ്ങൾക്ക് സൈൻ കോസ്റ്റാൻ അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് പ്രിൻസിപ്പൽ വാല്യൂ എഴുതാനായിട്ട് സാധിക്കും. ഒരു പ്രിൻസിപ്പൽ വാല്യൂ ക്വസ്റ്റ്യൻ മാത്രമേ ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ നിന്ന് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പിന്നെ എക്സ്ട്രാ ഓർത്തിരിക്കേണ്ട 2 റിസൾട്ടുകളാണ്. സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് എന്ന് പറയുന്നത് എക്സ് ആണെന്ന് ഓർത്തു വെക്കണം. ഈ എക്സ് എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിനുള്ളിലായിരിക്കണം കേട്ടോ. എക്സ് എന്ന് പറയുന്നത് ഇൻസൈഡ് റേഞ്ച് ആയിരിക്കണം. റേഞ്ച് അല്ലെങ്കിൽ ഡിഡക്ഷൻ ചെയ്ത് റേഞ്ചിനുള്ളിലാക്കിയിട്ടേ ആൻസർ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്, പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ഒരു ഹാഫ് ആൻ അവറിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഓണം എക്സാം സ്പെഷ്യൽ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് ഒന്നും ചോദിക്കത്തില്ല. ഇതൊരു പക്കാ റിവിഷനായിട്ട് ഈ ഒരു ക്ലാസ്സിനെയും കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ച് പോയി എക്സാം എഴുതിക്കോളൂ. താങ്ക് യു സോ മച്ച്.